നമസ്കാരം. നമ്മൾ ഇന്ന് മാനത്തേക്കൊരു കിളിവാതിലിന്റെ 61ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആ ഭാഗം കഴിഞ്ഞ 2023 നമ്മൾ മാനത്തേക്കൊരു കിളിവാതിലിന്റെ പരിപാടി ചെയ്തതുപോലെ 2023 ചാന്ദ്ര ദിനത്തിന് പരിപാടി ചെയ്തിരുന്നല്ലോ. അതേപോലെ ഈ 2024 ഈ മാസം ചാന്ദ്രദിനം വരികയാണ്. ജൂലൈ മാസം 21-ാം തീയതി. അപ്പോൾ ചാന്ദ്രദിനത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിന് കാരണം നമുക്കറിയാം, ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ബഹിരാകാശ പദ്ധതികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2023 മെച്ചപ്പെട്ട ഒരു വീഡിയോ 2024 ചെയ്യണം എന്ന ആവശ്യം സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രധാനമായും ബഹിരാകാശ യാത്രയുടെ ചരിത്രമാണ് തുടങ്ങി വെച്ചത് ചാന്ദ്രദിനത്തിൽ. കാരണം പിൽക്കാല ചരിത്രം അറിയാതെ പുതിയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടായില്ലല്ലോ. ചരിത്രം തിരിച്ചറിയാത്ത ജനത അന്ധകാരത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബഹിരാകാശ ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായും പരിശോധിച്ചിരുന്നത്. അതിന്റെ കൂടെ ചാന്ദ്ര പര്യവേഷണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. പക്ഷേ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് കഴിഞ്ഞ ഒരു കൊല്ലം കൂടി 2023 മുതൽ 2024 ജൂലൈ വരെ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ബഹിരാകാശ യുഗത്തിൽ വന്നു, പ്രത്യേകിച്ചും ചാന്ദ്ര പര്യവേഷണത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ചന്ദ്രനെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പരമാവധി ഈ വീഡിയോ വിദ്യാർത്ഥികളിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ലോകത്തെമ്പാടുമുള്ള മറ്റ് വിദ്യാർത്ഥികളെ പോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലുള്ള അറിവ് സമ്പാദിക്കാനുള്ള അവസരം നമുക്കുണ്ടായിത്തീരും. ആ അവസരം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കും അധ്യാപികമാർക്കും സ്കൂളുകൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ഈ വീഡിയോയെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുക. ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ പ്രീതം മിഷൻ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ സ്കൂൾ, ആ സ്കൂൾ ഒരു മാനേജ്മെന്റ് സ്കൂളാണ്. അവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നമ്മളെ ജ്യോതിശാസ്ത്ര പരിപാടികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. നമ്മൾ മുഖവുരയിൽ പറഞ്ഞ പോലെ മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ 61ാമത്തെ ഈ ഭാഗം നമ്മൾ ഈ വരാൻ പോകുന്ന ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അങ്ങനെ തയ്യാറാക്കാനുള്ള കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്ക് പോലും ചാന്ദ്രദിനത്തെപ്പറ്റി തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്
പറഞ്ഞു കൊടുക്കാൻ സഹായകരമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 3,84,400 കിലോമീറ്റർ ദൂരെ നമ്മുടെ ഭൂമിയോടൊപ്പം കറങ്ങുന്ന ചന്ദ്രൻ എങ്ങനെ ഭൂമിയോടൊപ്പം വന്നു എന്ന ചോദ്യം ശാസ്ത്രലോകം ഏറെ നാളെ ചോദിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ഒന്ന്, സൗരയൂഥം രൂപം കൊണ്ട അതേ നെബുലയുടെ ബാക്കി വന്ന നെബുലർ തളികയിൽ നിന്നുമാണ് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഉണ്ടായി എന്നതാണല്ലോ സിദ്ധാന്തം. അപ്പോൾ സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി അല്പം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വളരെ വിശാലമായ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ഒരു നെബുലയുടെ ഭാഗങ്ങൾ അവയുടെ സ്വന്തം ഗുരുത്വത്താൽ തകർന്നടിയുകയും ചുരുങ്ങി വന്ന് ഒരു തളികയായി രൂപാന്തരപ്പെടുകയും അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ പ്രാഗ് നക്ഷത്രം ഉണ്ടായി വരികയും ചെയ്തു. അതായിരുന്നു അതിൻ്റെ തുടക്കം. ഈ പ്രാഗ് നക്ഷത്രമാണ് പിൽക്കാലത്ത് സൂര്യനായി മാറുന്നത്. ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന തളിക സൂര്യനുണ്ടായതിൻ്റെ ബാക്കി അവശിഷ്ട വസ്തുക്കളാണ്. അതിൽ പ്രധാനമായും ഹൈഡ്രജൻ പോലുള്ള തന്മാത്രാ മേഘങ്ങളാണ് അതിനകത്തുള്ളത്. ഈ മേഘങ്ങളുടെ അവശിഷ്ട വസ്തുക്കളിൽ നിന്നാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ, നമ്മുടെ ഭൂമി പോലെ അല്ലെങ്കിൽ ബുധനെ പോലെ ശുക്രനെ പോലെ ചൊവ്വയെ പോലെയൊക്കെയുള്ള ഗ്രഹങ്ങളും അതിൻ്റെ കൂടെ ആയിരക്കണക്കിന് ചിന്നിച്ചെറിയ ചെറു ഉപഗ്രഹങ്ങളും മറ്റൊക്കെ ഉണ്ടായിത്തീർന്നത്, പൊടിപടലങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ ഒന്നാമത്തെ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ഭൂമി ഉണ്ടാകുമ്പോൾ തന്നെ ആ തളികയിൽ ചന്ദ്രനും ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ ചന്ദ്രനിലും കാണപ്പെടേണ്ടതല്ലേ? അത് കാണപ്പെടുന്നില്ലല്ലോ. രണ്ടാമത്തെ സിദ്ധാന്തം എന്താണെന്നാൽ, ഭൂമിയുടെ അതിവേഗ ഭ്രമണം കാരണം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം അടർന്നു പോയി ചന്ദ്രൻ രൂപം കൊണ്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഭ്രമണവേഗം തുടക്കത്തിൽ അത്ര വലുതായിരിക്കേണ്ടതല്ലേ? പക്ഷേ ശാസ്ത്രം പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. ഭൂമി രൂപം കൊണ്ട കാലം മുതൽ എന്തായിരുന്നു അതിൻ്റെ സ്വയം ഭ്രമണ വേഗം, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഇപ്പോഴും അതങ്ങനെയൊക്കെ തന്നെയാണ്. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എടുത്തു നോക്കാം. മൂന്നാമത്തേത് നെബുലയിൽ ആദ്യമേ ഉണ്ടായിരുന്ന ചന്ദ്രനെ, നേരത്തെ പറഞ്ഞ പോലെ ഭൂമി അതിൻ്റെ ഗുരുത്വബലം കൊണ്ട് പിടിച്ചെടുത്തായിരിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗം ചന്ദ്രനെ അവകാശപ്പെട്ടതല്ലേ? അതില്ലല്ലോ. അപ്പോൾ ഈ മൂന്ന് സിദ്ധാന്തങ്ങളും ഒന്നും തന്നെ ഭൂമിയുടെയോ ചന്ദ്രൻ്റെയോ സംയുക്തമായ ഉയർന്ന കോണീയ സംവേഗത്തിന് ഉത്തരം തരുന്നില്ല. കോണീയ സംവേഗം എന്നാൽ ആംഗുലർ മൂവ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രലേഖം വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. ഏതാണ്ട് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു വസ്തു, അതിന് കൊടുത്തിരിക്കുന്ന പേര് തീയ എന്നാണ്. ആദ്യകാലത്തെ ഭൂമിയിൽ വന്ന് ഇടിച്ചപ്പോൾ അടർന്ന് ദൂരെ തെറിച്ചു പോയ അവശിഷ്ട വസ്തുക്കളിൽ നിന്നും രൂപം കൊണ്ടതാണ് ചന്ദ്രൻ എന്നതാണ്. അങ്ങനെ രൂപം കൊള്ളുമ്പോൾ അത് പോയി വീണതാകട്ടെ ഭൂമിയുടെ റോഷേ അതിർത്തികൾക്കപ്പുറത്ത്. റോഷേ അതിർത്തി എന്നാൽ ആ പേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഭൂമിയുടെ
ചുറ്റുമുള്ള രോഷ അതിർത്തിയിൽ വീഴുന്ന അല്ലെങ്കിൽ ഉള്ള മറ്റേതെങ്കിലും ഒരു വസ്തുവിന് എന്ത് സംഭവിക്കുമെന്ന് കണക്കൂട്ടിയതിൻ്റെ അതിർത്തിയാണത്. രോഷ അതിർത്തി 2.56 ആ രോഷ അതിർത്തിയെ കാണിക്കുന്നത് ഇതാണ്. ഇതിപ്പോൾ ഭൂമിയാണെങ്കിൽ ഇത് രോഷ അതിർത്തിയാണ്. നമ്മുടെ ചന്ദ്രൻ ഇവിടെയാണുള്ളത്, അതായത് അപ്പുറത്ത്. അതാണല്ലോ അവസാനത്തെ സിദ്ധാന്തം പറയുന്നത്. അഥവാ അത് രോഷ അതിർത്തിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഉണ്ടാകും. അതായത് പൂർണ്ണമായി ചന്ദ്രൻ നിലനിൽക്കാൻ കഴിയില്ല, അത് ഛിന്ന ഭിന്നമാകാൻ തുടങ്ങും. അത് ഛിന്ന ഭിന്നമായി രോഷ അതിർത്തിക്കുള്ളിലേക്ക് കടന്നാൽ ഈ അവസ്ഥയിലെത്തും. അതായത് കഷ്ണം കഷ്ണമായി ചെറിയ 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 ചിഹ്നങ്ങളായി മാറും. ഏറ്റവും അവസാനമായി 2023 നവംബർ 1 ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ വെച്ച് നടത്തിയ പഠനത്തിൽ 451 കോടി വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞ തിയ എന്ന വസ്തു ഭൂമിക്കുള്ളിൽ ഇടിച്ചു കയറി പിന്നീട് പുറത്തേക്ക് തെറിച്ചു പോയതാണത്രേ. അപ്പോൾ അത് കമ്പ്യൂട്ടർ സിമുലേഷൻ ഉണ്ടായ വിവരങ്ങളാണ്. അതായത് തുടക്കത്തിൽ സൗരയൂഥം ഉണ്ടായ ഏതാണ്ട് 460 കോടി വർഷമായി ഓർമ്മ വേണം. ഇത് പറയുന്നത് 450 കോടി വർഷത്തിലാണ്. അതിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കാലത്തെ ഭൂമി ഏതാണ്ട് ഈ രൂപത്തിൽ ഉരുകി ഒലിച്ച ദ്രാവക രൂപത്തിലായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ അത്തരം ഒരു വസ്തുവിലേക്ക് ചൊവ്വയുടെ വലുപ്പമുള്ള ഒരു വസ്തു ഇടിച്ചു കയറിയതായിരിക്കാം. ആ ഇടിച്ചു കയറിയ വസ്തു പിന്നെയും ഭൂമി കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് തിരിച്ചുപോയി കഴിഞ്ഞിരിക്കാം. അതാണ് പിന്നെ ചന്ദ്രനായി രൂപം കൊണ്ടത് എന്നാണ് ഏറ്റവും അവസാനമായി പറയപ്പെടുന്നത്. 3474 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചന്ദ്രൻ ഉണ്ടായ കാലത്ത് നമുക്ക് വളരെ അടുത്തായിരുന്നു. പിന്നീടത് ഭൂഗുരുത്വത്തിൻ്റെ ശക്തി കാരണം വേലിയേറ്റത്തിൻ്റെ വേഗതയും ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ പരിക്രമണ പഥം വലുതാവുകയും ഇന്നത്തെ പോലെ ആയിത്തീരുകയും ചെയ്തതാവാം. ഈ കാലഘട്ടത്തിൽ അന്തരീക്ഷം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി ചന്ദ്രൻ്റെ. കാലം ചെല്ലവേ തണുക്കാൻ തുടങ്ങിയ ചന്ദ്രനിൽ ഉൽക്കകളും ശിലാഖണ്ഡങ്ങളും വന്ന് തുടർച്ചയായി പതിച്ചതിൻ്റെ ആഘാതത്തിൽ ഉണ്ടായ ചെറുതും വലുതുമായ ഗർത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചന്ദ്രനിൽ കാണപ്പെടുന്ന ഈ ചെറുതും വലുതുമായ ഗർത്തങ്ങൾക്കെല്ലാം ശാസ്ത്രലോകം പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1609 ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണല്ലോ ആദ്യമായിട്ട് ചന്ദ്രനെ ടെലിസ്കോപ്പിലൂടെ കണ്ടത്. 1609 ജനുവരി മാസം അദ്ദേഹം ഹോളണ്ടിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന ടെലിസ്കോപ്പിനെ സ്വന്തമായി ഉണ്ടാക്കി. ഏതാണ്ട് കാണുന്ന വസ്തുവിനെ 30 ഇരട്ടി വലുപ്പത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെലിസ്കോപ്പാണ് ഗലീലിയോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ആ ടെലിസ്കോപ്പിലൂടെ 1609 ജനുവരി മാസമാണ് അദ്ദേഹം ചന്ദ്രനെ നിരീക്ഷിച്ചത്. അതിൽ കണ്ട ഗർത്തങ്ങളെ അദ്ദേഹം സമുദ്രങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇറ്റാലിയൻ ഭാഷയിൽ സമുദ്രങ്ങൾക്ക് കൊടുക്കുന്ന പേർ അത് മേർ എന്നായിരുന്നു, മേർ. അങ്ങനെ അദ്ദേഹം കണ്ട ഗർത്തങ്ങളെല്ലാം ഇതേപോലെ സമുദ്രങ്ങളാണെന്ന് പേരുകൾ കൊടുത്തു. ആ പേരുകൾ ഇവിടെ കാണാം നമുക്ക്. ഇതൊക്കെയാണ് ഈ ചന്ദ്രൻ്റെ നാം കാണുന്ന വശത്തുള്ള വലിയ വലിയ ഗർത്തങ്ങൾ. ഇവിടെ അദ്ദേഹം കൊടുത്ത ഒരു പേര് മേർ സെറിനിറ്റാറ്റിസ് എന്നാണ് ഈ ഗർത്തത്തിന്. രണ്ടാമത്തതിന് മേർ ട്രയാങ്കുലിറ്റാറ്റിസ്, പിന്നത്തതിന് മേർ ക്രീസിയം, പിന്നെ മേർ ഫെക്കൻഡിറ്റാറ്റിസ്. ഇങ്ങനെ എല്ലാ വലിയ ഗർത്തങ്ങൾക്കും പേര് കൊടുക്കപ്പെട്ടു. എന്നാൽ വലിയ ഗർത്തം മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, ചെറിയ ഗർത്തങ്ങൾ നിരവധിയുണ്ടല്ലോ. ഇവിടെ ഒരു ചെറിയ ഗർത്തമുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്,
ഇവിടെ ഒന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോ ചെറിയ 10,000-കണക്കിന് ചെറിയ ഗർത്തങ്ങളുണ്ട്. ഈ ഗർത്തങ്ങൾക്കൊക്കെ പേര് കൊടുക്കപ്പെട്ടു. അക്കാലത്ത് യൂറോപ്പിൽ ജീവിച്ച് മരിച്ചുപോയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ഇതൊക്കെ കൊടുത്തത്. പ്ലാറ്റോ, കോപ്പർനിക്കസ്, അരിസ്റ്റാർക്കസ്, കെപ്ലർ, ടൈക്കോബ്രാഹ്യ തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ട്. ഏതാണ്ട് 120 കോടി വർഷങ്ങൾ വരെയും ചന്ദ്രനിൽ അഗ്നിപർവ്വത പ്രവർത്തനം ഉണ്ടായിരുന്നു. ഭൂമിയിൽ അതിപ്പോഴും തുടരുന്നുണ്ട്. ആ ചന്ദ്രനിലെ അഗ്നിപർവ്വതങ്ങളാണ് യഥാർത്ഥത്തിൽ മേരിയകൾക്ക് കാരണം. ഉരുകിയ ബാസാൾട്ട് ശിലകളാണ് അഗ്നിപർവ്വതത്തിൻ്റെ ലാവയായി പുറത്തേക്ക് വന്നത്. ചന്ദ്രന്റെ ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ വേഗതയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം കാണാൻ കഴിയുന്നത്. ഭൂമിയിലുള്ള നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ കാണാൻ കഴിയുള്ളൂ. പുറത്ത് വന്ന ലാവ കൂടുതലും ഒഴുകിയത് നാം കാണാത്ത ഭാഗത്തേക്കാണ്. അതുകൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗത്ത് മുഴുവൻ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ചന്ദ്രന്റെ ഭൂമിയുമായുള്ള ഗുരുത്വ വലിവും അതിൻ്റെ ഭ്രമണാക്ഷം 30 ഡിഗ്രിക്ക് അഭിമുഖമായ ഭാഗത്ത് നിന്നുള്ള ചരിവും വലിയ ഗർത്തങ്ങളുടെ ഗുരുത്വ വിക്ഷോഭവും കാരണം ഭൂമിയിൽ നിന്നും ചന്ദ്രൻ അകന്നിരിക്കുന്നു. ഇന്നത്തെ ദൂരത്ത് ചന്ദ്രൻ എത്തുന്നതിന് മുൻപേ അത് ഉറച്ച് കട്ടിയായി പോയതിനാലാവാം ഇങ്ങനെ സംഭവിച്ചത്. ചന്ദ്രന്റെ ഉപരിതലം റിഗോലിത്ത് എന്ന സൂക്ഷ്മധൂളി കൊണ്ട് മൂടപ്പെട്ടതാണ്. 1969 ചന്ദ്രനിലിറങ്ങിയ ബഹിരാകാശ സഞ്ചാരി അപ്പോളോ 11 ആംസ്ട്രോങ്ങിന്റെ ചലനത്തിൽ നിന്നും, ഇവിടെ ഈ മൂലയ്ക്ക് ആ പടം കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം, അത് മനസ്സിലാവും. അദ്ദേഹം ഉയർന്നു പൊങ്ങുമ്പോൾ കാലിൽ നിന്ന് ഉയർന്ന പൊടി, കൊച്ചു കൊച്ചു കുന്നുകളും ആഴമുള്ള ഗർത്തങ്ങളും, അതേപോലെ മാഗ്മ പരന്നൊഴുകിയ സമതലവും ചന്ദ്രനുണ്ട്. രാത്രി ആകാശത്ത് ഏറ്റവും പ്രകാശമുള്ള ചന്ദ്രന്റെ പ്രത്യക്ഷ വലിപ്പം സൂര്യന്റെ വലിപ്പത്തിന് തുല്യമായി തോന്നുന്നതിനാണ് നമുക്ക് ഭൂനിവാസികൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹണങ്ങൾ കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മൂൺ എന്നാണ് ചന്ദ്രൻ പറയുക. പക്ഷേ ഇംഗ്ലീഷിൽ കവികളായ അതിനെ സിന്ധ്യ എന്നും സെലീന എന്നും വിളിക്കാറുണ്ട്. ഗ്രീക്ക് ദേവത ഡയാനയാണ് ചന്ദ്രൻ. നമുക്കാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആചാരങ്ങളിലും മതപരമായ ചടങ്ങുകളിലും മറ്റും വലിയ പ്രാധാന്യം ചന്ദ്രന് നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായ വേദാംഗ ജ്യോതിഷത്തിൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് സമയത്തെ അളന്നത്. അങ്ങനെയാണ് മാസം എന്ന കാഴ്ചപ്പാടുണ്ടായത്. ബാബിലോണിയക്കാർ തങ്ങളുടെ സമയഗണനയെ മാസത്തെ മൂനാത്ത് എന്ന് വിളിച്ചു. അതാണ് പിന്നെ മന്ത് എന്നും മാസം എന്നൊക്കെ വന്നത്. ഇത് ചന്ദ്രന്റെ ഉൾഭാഗത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. ഏറ്റവും മധ്യത്തിലിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഉറച്ചു കെട്ടിയായ കേന്ദ്രമാണ്. അത് ഏതാണ്ട് 300 കിലോമീറ്ററോളം വരും അത്രേ. ഈ കാണുന്ന മഞ്ഞ നിറം ഇരുമ്പിൻ്റെ തന്നെ ഉരുകിയ ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പാണ്. അതേതാണ്ട് 250 കിലോമീറ്റർ വരും. പുറത്ത് കാണുന്ന ഈ ഭാഗത്തിന് മാൻഡിൽ എന്നാണ് പറയുന്നത്. മാൻഡിൽ ഏതാണ്ട് 500 കിലോമീറ്ററാണ്. പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മാറുകൾ അല്ലെങ്കിൽ സമുദ്രങ്ങൾ, പിന്നെ ചെറിയ ഗർത്തങ്ങൾ, വിശാലമായ സമതലങ്ങൾ ഒക്കെ ചന്ദ്രനിലുണ്ട്. ചന്ദ്രൻ സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്.
അത് ബുധനേക്കാളും ചെറുതും പ്ലൂട്ടോ എന്ന ഇതാണല്ലോ പ്ലൂട്ടോ, ഇത് പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹത്തേക്കാൾ എത്രയോ വലുതുമാണ്. പ്ലൂട്ടോയുടെ സ്ഥാനം ഇപ്പോൾ കുള്ളൻ ഗ്രഹം എന്ന നിലയിലാണ്, ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയും. ഭൂമിയുടെ 1/4 വലിപ്പമേ ആസ്ട്രേലിയൻ ഭൂഖണ്ഡം വലിപ്പമുള്ള ചന്ദ്രനുള്ളൂ. ഏതാണ്ട് 3.8 കോടി ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതി. ഉണ്ടായ നാളുകളിൽ അത് ദ്രവസ്ഥിതി സന്തുലനാവസ്ഥ സൂക്ഷിച്ചു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വ്യതിചലിച്ചു പോയി. അതിന് കാരണം ചന്ദ്രന് ഏതാണ്ടൊരു അതായത് ദീർഘവൃത്താകൃതിയാണിപ്പോൾ ഉള്ളത്. പൂർണ്ണമായല്ല, വൃത്താകൃതിയല്ല, അത് വ്യതിചലിച്ചു പോയി. ചന്ദ്രൻ്റെ ഉപരിതല ഗുരുത്വം 1.62 മീറ്റർ പെർ സെക്കൻഡാണ്. അത് ചൊവ്വയുടെ പകുതിയും ഭൂമിയുടെ 1/6 ഗുരുത്വം ഭൂമിയേക്കാളും വളരെ കുറവായതിനാൽ ബഹിരാകാശ യാത്രികൾ ചാടിച്ചാടി വേണം നടക്കാൻ. ഭൂമിയിലെ പോലെ 2 കാല് കൊണ്ട് ഉറച്ച് നടക്കാൻ കഴിയില്ല. ഉള്ള ഗുരുത്വം എല്ലായിടത്തും ഒരുപോലെയല്ല. ചന്ദ്രന് പുറം ഭാഗത്ത് വളരെ ചെറിയ അളവിൽ കാന്തിക ശക്തിയുണ്ട്, 0.2 നാനോ ടെസ്ല. അത് ഭൂമിയുടെ ഉപരിതല കാന്തികതയുടെ 10,000-1 മാത്രമാണ്. ചന്ദ്രനിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ 1200 കോടി വർഷങ്ങൾ മുമ്പേ അവസാനിച്ചു പോയതോടെ ചന്ദ്രൻ തണുത്തുറഞ്ഞുപോയി. അതോടെ അതിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായി ഇല്ലാതായി. ചന്ദ്രൻ്റെ അന്തരീക്ഷം ഏതാണ്ട് പൂർണ്ണമായി ശൂന്യമാണെന്ന് പറയാം. എങ്കിലും അന്തരീക്ഷം മർദ്ദം 3.10⁻⁻15 ആണ്. പകൽ സമയത്ത് അതിന് അയണീകൃത സൗരക്കാറ്റ് കൊണ്ട് മാറ്റമുണ്ടാകുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ സോഡിയം, പൊട്ടാസ്യം, മെർക്കുറി, നിയോൺ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ കുറഞ്ഞ അളവിൽ അന്തരീക്ഷത്തിൽ കാണാറുണ്ട്. ഈ ഇടതുവശത്തെ ചിത്രം, ഈ കാണുന്ന ചിത്രം വരച്ച ചിത്രമാണ്. വരച്ചതാരാണെന്ന് വെച്ചാൽ അപ്പോളോ 11 സഞ്ചാരികളാണ് വരച്ചെടുത്തത്. ചന്ദ്രനിലെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ചക്രവാളത്തിൽ കണ്ട പ്രഭാപൂരമാണ് അവർ വരച്ചു വെച്ചത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 എന്ന പേടകം ചന്ദ്രൻ്റെ 60-70 ഡിഗ്രി അക്ഷാംശത്തിനിടയിൽ ജലാംശം കണ്ടെത്തിയിരുന്നു. ഈ ജലാംശം ബാഷ്പീകരിച്ച രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. റിഗോലിത്തിനടിയിലാണ് ഈ ബാഷ്പീകരിച്ച ജലാംശം കണ്ടെത്തിയത്. റിഗോലിത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിരിക്കുന്ന ധൂളി. ചന്ദ്രൻ്റെ ഭ്രമണാക്ഷത്തിൻ്റെ ചരിവ് കാന്തിവൃത്തവുമായി 1.5427 ഡിഗ്രിയും ഭൂമിയുടേത് 23.44 എന്നതാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് കാരണം ചന്ദ്രനിൽ വീഴുന്ന സൗരപ്രകാശം ചന്ദ്രൻ്റെ ഉത്തര ധ്രുവത്തിൽ പിയറി എന്ന ഗർത്തത്തിൻ്റെ അരികുകളിൽ കൂടുതൽ പതിക്കുന്നു. ഉപരിതല താപനില 140 ഡിഗ്രി സെൽഷ്യസ് മുതൽ -170 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസം വരാറുണ്ട്. അത് സൗരരശ്മികളുടെ പതനത്തിനനുസരിച്ച് പലപ്പോഴും മാറ്റം വരുന്നുണ്ട്. അതേസമയം ധ്രുവപ്രദേശങ്ങളിലെ കിടങ്ങളുടെ ഉൾഭാഗം സമ്പൂർണമായി ഇരുട്ടിലാണ്ട് പോകുന്ന ഇടങ്ങളുമുണ്ട്. ഇവിടെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഹെർമൈറ്റ് ക്രേറ്റർ, അതിൻ്റെ ഉൾവശം ശരത്കാലത്ത്, അതായത് തണുപ്പ് കാലത്ത് -238 ഡിഗ്രി സെൽഷ്യസ് മുതൽ -397 ഡിഗ്രി വരെയും താഴ്ന്നു പോകാറുണ്ട്. കാരണം ഈ ക്രേറ്റർ മാതിരിയുള്ള സ്ഥലങ്ങൾ സൂര്യപ്രകാശം വീഴാറേയില്ല. ഇത് റിപ്പോർട്ട് ചെയ്തത് നാസയുടെ ലൂനാർ റിക്കണസൻസ് ഓർബിറ്റർ എന്ന പേടകമാണ്. അതിപ്പോഴും ചന്ദ്രന് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തെ ക്രസ്റ്റിൽ, അതായത് ചന്ദ്രൻ്റെ പുറം ഭാഗത്തെ ക്രസ്റ്റിൽ
വ്യാപിച്ചു കിടക്കുന്ന നേരിയ ധൂളി അത് ഏതാണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞ വെടിമരുന്നിൻ്റെ ഗന്ധമാണത്രേ. സിലിക്കോൺ ഗ്ലാസ് എന്ന രാസവസ്തുവിൻ്റെ രൂപമാണതിന്. റിഗോലിത്ത് അതിൻ്റെ സമതലങ്ങളിൽ ഏതാണ്ട് 10 മുതൽ 15 മീറ്റർ ആഴത്തിൽ വരെ ഉണ്ട്. അതേസമയം അത് കിടങ്ങുകളിൽ ശിലാരൂപത്തിൽ 4 മുതൽ 7 മീറ്റർ വരെ ആഴത്തിലാണുള്ളത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ എയ്റ്റ്കൻ എന്ന പീഠഭൂമി അൾട്ടിമെട്രിയും സ്റ്റീരിയോ ഇമേജിംഗ് അനലൈസറും ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. 2240 കിലോമീറ്റർ വീതിയാണത്രേ ഈ എയ്റ്റ്കൻ എന്ന കിടങ്ങിനുള്ളത്. ഇത് നോക്കണം, ഇതാണ് എയ്റ്റ്കൻ കിടങ്ങ്. ഏതാണ്ട് 13 കിലോമീറ്റർ ആഴമാണ് ഈ മധ്യഭാഗത്ത്. മറ്റാഴമുള്ള കിടങ്ങുകൾ വേറെയുമുണ്ട്. ഇംബ്രിയം, സെർണിറ്റാറ്റിസ്, ക്രീസിയം, സ്മിതി, ഓറിയന്റേൽ തുടങ്ങിയവയാണവ. 1959 സെപ്റ്റംബർ 14 സോവിയറ്റ് യൂണിയൻ ചന്ദ്രനെ പരിവേഷണം ചെയ്യാൻ അയച്ച ലൂണ 2 എന്ന കൊച്ചുപഗ്രഹത്തോടെയാണ് ചാന്ദ്രപരിവേഷണത്തിന് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് ചന്ദ്രനെ ഗൗരവമായി മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മുടെ ഗലീലിയോ ഗലീലി തന്നെയാണ്. 1609 അക്കാലത്ത് ആദ്യമായി നിർമ്മിച്ച ടെലിസ്കോപ്പ് എന്ന പുതിയ ഉപകരണം കൊണ്ട് ഗലീലി ആദ്യം ചെയ്തത് ചന്ദ്രനെ കാണുകയായിരുന്നു. അയാൾ തുടർച്ചയായി ചന്ദ്രനെ നിരീക്ഷിച്ചു. പല രാത്രികളിലും അദ്ദേഹം കണ്ട ചന്ദ്രനെ സ്വന്തം കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ചന്ദ്രനെ പറ്റി മനുഷ്യന് ലഭ്യമായ ആദ്യത്തെ അറിവ്. വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ലൂന 2 ആണ്, സോവിയറ്റ് യൂണിയന്റെ പേടകം. ഇതാണ് ഗലീലിയോയും അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടെലിസ്കോപ്പാണിത്. ഏതാണ്ട് 30 ഇരട്ടി വസ്തുക്കളെ വലുതായി കാണാൻ ഈ ടെലിസ്കോപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം ഗലീലിയോ മാറ്റി എഴുതിയത്. അദ്ദേഹം രണ്ടാമത് നിരീക്ഷിച്ചത് വ്യാഴത്തെയായിരുന്നു. വ്യാഴത്തിന് അദ്ദേഹം 4 ചെറിയ കൊച്ചു നക്ഷത്രങ്ങൾ കൂടെ ചലിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചത്തിൽ മാറ്റമേ ഉള്ളൂ. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ശരിയല്ല, പ്രപഞ്ചം മാറ്റമില്ലാത്തതാണ് എന്നാണല്ലോ അരിസ്റ്റോട്ടലിൻ്റെ വാദമുണ്ടായിരുന്നത്. ഗലീലിയോ പറഞ്ഞു അരിസ്റ്റോട്ടിന് പ്രപഞ്ചത്തിൻ്റെ ഭാഷ അറിയില്ല. മാറ്റമില്ലാത്തതാണെങ്കിൽ വ്യാഴത്തിന് ചുറ്റും അതിൻ്റെ ഉപഗ്രഹങ്ങൾ ചുറ്റാൻ പാടില്ല. അപ്പോൾ അതാദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ ഈ ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് നോക്കി നിരീക്ഷിച്ച് പ്രപഞ്ചത്തിലെ വസ്തുതകൾ നമുക്ക് കാണിച്ചു തന്നത്. ഗലീലിയോ ആദ്യം 1609 വരച്ച ചന്ദ്രന്റെ ചിത്രങ്ങളാണിത്. അദ്ദേഹം കണ്ട അക്കാലത്ത് തെറ്റിദ്ധരിച്ച സമുദ്രങ്ങൾ, മറിയാസ്, അതൊക്കെയാണിത്. ഇതൊക്കെ മരിയകളാണ്. ഒരു ഭാഗത്ത് മാത്രമേ കാണപ്പെടൂ, മറുഭാഗം അദ്ദേഹം കറുപ്പായി ചിത്രീകരിച്ചു, കാരണം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ചിത്രം മറ്റൊരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ഹുക്ക്. ഹുക്കിനെ പറ്റി പലരും കേട്ടിരിക്കാം, കാരണം അദ്ദേഹം ഒരു ബയോളജിയുടെ ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹം ചന്ദ്രൻ്റെ ചിത്രം വരച്ചു. ഗലീലിയോ ചെയ്ത മാതിരി ചന്ദ്രൻ്റെ ചിത്രം വരച്ചെങ്കിലും ആ ചിത്രത്തിൻ്റെ യഥാർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വരച്ചു വെച്ച ചിത്രം. അദ്ദേഹം ആയിരക്കണക്കിന് ജീവികളുടെ യഥാർത്ഥ ചിത്രങ്ങൾ വരച്ചു വെച്ച പുസ്തകം ഇപ്പോഴും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കൊരു വലിയ നിധിയാണ്. ഇവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ചിത്രം 1840 ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാലഘട്ടത്തിൽ, അക്കാലത്ത് തുടങ്ങിയ ഫോട്ടോഗ്രാഫിക്ക് ഡാഗുറേ ടൈപ്പ് ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 1840 ആദ്യമായി ജോൺ ഡ്രാപ്പർ എന്ന ഫോട്ടോഗ്രാഫർ
ചന്ദ്രൻ്റെ ചിത്രമാണ് എടുത്തത്. അതാണ് ഈ കാണിക്കുന്നത്. ഇതാ ചന്ദ്രൻ്റെ ചിത്രം. ആദ്യമായി ചന്ദ്രൻ്റെ ചിത്രം എടുത്തു. പക്ഷേ ആ ചിത്രത്തിന് അത്രത്തോളൊന്നും ഭംഗിയില്ലാത്തത് കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു ചിത്രമായി തോന്നൂല. പക്ഷേ 1865 ഫോട്ടോഗ്രാഫി വളരെ വേഗം മുൻപോട്ട് പോയി. വലിയ വളർച്ചയുണ്ടായി ഫോട്ടോഗ്രാഫി. നല്ലൊരു ഫോട്ടോഗ്രാഫായ ലൂയിസ് റുദർഫോർഡ് എടുത്ത ആദ്യത്തെ ആകാശ ചിത്രം ചന്ദ്രൻ്റെതായിരുന്നു. മനോഹരമായൊരു ചിത്രം. ബഹിരാകാശ പര്യവേഷണങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ ലൂണ പരിപാടികൾക്ക് ശേഷം അമേരിക്കയുടെ അപ്പോളോ പരിപാടികളാണ് ശ്രദ്ധേയമായത്. അപ്പോളോ പരിപാടിയിൽ 6 പ്രാവശ്യം ചന്ദ്രനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയുണ്ടായി. അതിൽ അപ്പോളോ 11 ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യമായി മനുഷ്യർ ചന്ദ്രനിലിറങ്ങിയത്. ആ പരിപാടിയുടെ സ്മരണക്കാണ് എല്ലാ വർഷവും ജൂലൈ മാസം ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തത് 21-ാം തീയതി നമ്മൾ ചാന്ദ്രദിനം ആഘോഷിക്കണമെന്ന്. ഇതാ വരാൻ പോവുകയാണ് ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തിന് മുമ്പേ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴാകട്ടെ നിരവധി രാജ്യങ്ങൾ ചന്ദ്രനെ പരിശോധിക്കാൻ ബഹിരാകാശ വാഹനങ്ങൾ അയക്കുന്നുണ്ട്. അവയിൽ എടുത്തു പറയേണ്ട രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. 1969 കേരളത്തിലെ തിരുവനന്തപുരത്ത് തുമ്പായ് എന്ന ഗ്രാമത്തിൽ ആരംഭിച്ച ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ യത്നം ഇപ്പോൾ ISRO എന്ന ഒരു വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. നിരവധി ഉപഗ്രഹങ്ങളും ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 എന്നീ ബഹിരാകാശ സംരംഭങ്ങളും ചന്ദ്രനെ ലക്ഷ്യമാക്കി ഇന്ത്യ അയച്ചു കഴിഞ്ഞു. കൂടാതെ ചൊവ്വയെ ലക്ഷ്യമാക്കി മംഗൾയാൻ ISRO വിക്ഷേപിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാനും ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ കേരളീയനായ ഒരു യാത്രികനും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്കും അഭിമാനകരമായ ഒരു കാര്യം തന്നെ. ഇന്ത്യൻ ബഹിരാകാശ ശില്പിയായ വിക്രം സാരാഭായിയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് വലതുവശത്ത്. മുകളിലുള്ളത് ഇസ്രോയുടെ അല്ലെങ്കിൽ ISROയുടെ എംബ്ലം. നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായിയും ഈ 2 പേരുടെ ആശയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചത്. ബഹിരാകാശ സുപ്രധാന നേട്ടം കൈവരിച്ച മറ്റൊരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞല്ലോ. അവരുടെ ചാന്ദ്രപേടകങ്ങൾക്ക് ചാങ് സീരീസ് എന്നാണ് പറയുന്നത്. ഇതുവരെ അവർ 6 പേടകങ്ങൾ ചന്ദ്രനിലേക്ക് അയച്ചു. 4, 6 എന്നിവ വൻ വിജയമായിരുന്നു. ചാങ് 6 ചന്ദ്രനിലതിൻ്റെ മറുവശത്ത് ഇറക്കി. ഇതുവരെ ലോകത്താരും ചെയ്യാത്തൊരു കാര്യം. ചന്ദ്രൻ്റെ കാണാമറയത്ത് പേടകത്തെ കൊണ്ട് ഇറക്കി അവിടുന്ന് അവർ ചന്ദ്രനിലെ വസ്തുക്കൾ കൊണ്ടുവരികയുണ്ടായി. ഈ അടുത്ത കാലത്ത് 1 മാസം മുമ്പേ അത് ചൈനയിൽ വന്നിറങ്ങി. ബഹിരാകാശ പരീക്ഷണങ്ങൾ നടത്താൻ ബഹിരാകാശത്ത് അവർക്ക് ഒരു ബഹിരാകാശ നിലയവുമുണ്ട് ചൈനയ്ക്ക് സ്വന്തമായിട്ട്. മറ്റൊരു നിലയമുള്ളത് അമേരിക്കയുടെയും റഷ്യയുടെയും കൂട്ടുത്തരവാദിത്വത്തിലാണ്. ഇവിടെ നമുക്ക് ചാങ് 6 കാണാം. ചന്ദ്രന്റെ മറുപുറത്തിറങ്ങിയിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം ചന്ദ്രനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ജൂലൈ 21 മുൻപേ യൂട്യൂബിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്ര നേരം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പരമാവധി ഈ വീഡിയോ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരസ്പരം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മുടെ ഒരു സ്കൂൾ, മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൻ്റെ പ്രവൃത്തിയായതിനാൽ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.